പാൻക്രിയാസ് ഇവിടെ ഈ സൈഡിലല്ലേ, അതിന് വേദന വന്നത് പറഞ്ഞാല് പറയാൻ കഴിയില്ല. മറ്റൊരാളെ എക്സ്പ്ലെയിൻ ചെയ്ത് വിവരിക്കാൻ കഴിയൂല ആ വേദന. ഞാൻ കഴിക്കാതിരിക്കുക. ഫസ്റ്റ് വന്ന സമയത്ത് 5 ദിവസമാണ് ഐസിയുല് ഞാൻ ഭക്ഷണം ഇല്ലാണ്ട്. ഒരിത്തിരി ചുണ്ടൊക്കെ പൊട്ടി ചോര വന്ന് സിസ്റ്റർമാര് പഞ്ഞി ഇങ്ങനെ നനച്ചു കൊണ്ടുവന്ന് വെക്കും. വിശപ്പിന്റെ വേദന കൊണ്ട് ഞാൻ അലറേണ്ടത് ഐസിയുന്റെ പുറത്തേക്ക് കേട്ടിട്ട് എന്റെ അനിയനും ഹസ്ബൻഡും അവിടെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. വിശപ്പിന്റെ വേദന ഒന്നും പറ്റില്ല. പാൻക്രിയാസിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ 5 ദിവസം അങ്ങനെ കിടന്നു. 20 ദിവസമാണ് ഐസിയുല് കിടന്നത്. ഞാൻ എന്റെ കൂടെ ഒരാളുണ്ടായിരുന്നു. പാൻക്രിയാസിന് പ്രശ്നം വന്നെന്ന് കഴിഞ്ഞാൽ അത് എപ്പോഴാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇടയ്ക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കും. ഞങ്ങളൊന്നും ഉറങ്ങിയിട്ട് കാലങ്ങളായി. ഷുഗർ കുറയുമ്പോ ഇപ്പൊ ഹൈപ്പോയില് പോകുമ്പോ വയലന്റ് ആവുകയാണ് ഞാൻ. അമ്മേനെ കടിച്ചു വീഴ്ത്തും. ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നാൽ ഇത് കുത്താൻ സമ്മതിക്കൂല. പിടിച്ച് കെട്ടിയിട്ടൊക്കെയാണ് അവര്. 20 വർഷമായി ഞങ്ങൾ കഷ്ടപ്പെട്ടു. ഇതൊക്കെ ഇങ്ങനെയൊക്കെ വന്നപ്പോ എന്റെ മകനും എന്റെ ഭർത്താവും ഒന്നൊരു പീടിയെ പോയി ഒരു ചായ കൂടി കുടിക്കാതെ ഓളെ നോക്കി നിൽക്കുകയാണ്. എങ്ങോട്ടും പോവില്ല. പണിക്ക് പോകും, ഇവിടെ വരും പോലും. അതെ, എവിടേക്ക് പോവില്ല. രാത്രിയൊക്കെ ഇവിടെ കിടക്കോളെടുത്ത്. രാത്രി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഷുഗർ പിന്നെ മരിക്കുക ചെയ്യുന്നു. അപ്പൊ ഞങ്ങൾ ഉറങ്ങിയിട്ട് തന്നെ 10-20 വർഷമായി. ഇപ്പൊ ഡെലിവറി കൂടി കഴിഞ്ഞപ്പോ പ്രഷറും കൂടി വന്നപ്പോ രണ്ടും കൂടി ബാലൻസ് ചെയ്യാൻ പറ്റാതായി. കല്യാണം അങ്ങനെ കഴിഞ്ഞും ചെയ്തു. ഒരു കുട്ടി. പേര് സാന്ദ്ര, 31 വയസ്സാണ് പ്രായം. 2 കിഡ്നി ഫെയിലായിട്ട് 3 വർഷത്തോളമായിട്ട് ചികിത്സയിലാണ്. 1.5 വർഷമായി ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പാൻക്രിയാസിനും കൂടെ പ്രശ്നം വന്നപ്പോ എനിക്ക് വേദന ചില സമയത്തൊന്നും വേദന സഹിക്കാൻ പറ്റൂല. 2 മാറ്റി വെക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. 4 വയസ്സായ കുഞ്ഞാണ് എനിക്കുള്ളത്. അവന്റെ കൂടെ ജീവിച്ച് എനിക്ക് മതിയായിട്ടില്ല. ഞങ്ങളെല്ലാരും സഹായിച്ചാൽ മാത്രമേ ഇനിയുള്ള ചികിത്സക്ക് ഞങ്ങളെ കൊണ്ട് കഴിയുള്ളൂ. എനിക്ക് വേദന ഇല്ലാതെ എനിക്ക് കുറച്ചു കാലം ജീവിക്കണം. എല്ലാവരും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. എന്റെ കുഞ്ഞിന് അമ്മ ഇല്ലാണ്ടാവരുത്. 4 വയസ്സേ അവനായിട്ടുള്ളൂ. അവന്റെ കൂടെ ജീവിച്ച് എനിക്ക് മതിയായിട്ടില്ല. എന്റെ അച്ഛനും അമ്മയും സ്വസ്ഥമായിട്ട് കുറച്ച് ദിവസം ഒന്ന് ഉറങ്ങാനെങ്കിൽ എല്ലാവരും ഒന്ന് സഹായിക്കണം. അത്രയും എമൗണ്ട് കണ്ടെത്താൻ ഞങ്ങളെ കൊണ്ട് കഴിയാത്തോണ്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഈ ഇത്രയും കാലത്തുള്ള ഒരുപാട് വേദന സഹിച്ചു. ഇനി വേദന സഹിക്കാൻ എനിക്ക് കഴിയൂല. പെട്ടെന്ന് മാറ്റി വെക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അത്രയും സംഖ്യ കണ്ടെത്താൻ ഞങ്ങളെ കൊണ്ട് കഴിയാത്തോണ്ടാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും സഹായിക്കണം. നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എനിക്ക് എന്റെ കുഞ്ഞിന്റെ കൂടെ കുറച്ചു കാലമെങ്കിലും ജീവിക്കണം. ഒരു തിരിച്ചറിവ് വരുന്ന ഒരു പ്രായം വരുമ്പോൾ എനിക്ക് കൂടെ ഉണ്ടാവും. എന്റെ കുട്ടി ഒറ്റയ്ക്കാവാൻ പറ്റൂല. ആരും ഉണ്ടാവില്ല. ഒറ്റ മോനാണ് എനിക്കുള്ളത്. എല്ലാവരും സഹായിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫിറോസ് കുന്നംപറമ്പിലാണ് 31 വയസ്സുകാരിയായിട്ടുള്ള സാന്ദ്ര എന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി. അവളുടെ വേദനകളാണ് നിങ്ങളോടൊക്കെ ഈ പങ്കുവച്ചത്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഈ പ്രിയപ്പെട്ടവളുടെ കിഡ്നിയും പാൻക്രിയാസിസും മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് 35 ലക്ഷം രൂപ കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം. 4 വയസ്സുകാരനായ തന്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ട് എന്റെ മോന്റെ കൂടെ എന്റെ കുടുംബത്തിന്റെ കൂടെ എനിക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് ഒരു പെൺകുട്ടി നിങ്ങളുടെ മുന്നിൽ കരഞ്ഞുകൊണ്ട് കൈ നീട്ടി യാചിക്കുമ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഈ പൊന്നു പെങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, സാന്ദ്ര എന്ന് പറയുന്ന 31 വയസ്സുള്ള ഈ സഹോദരിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ എല്ലാവരും നമ്മളോടൊപ്പം നിൽക്കണം. കാരണം ഈ വേദനയുടെ 1% പോലും ഞാനോ നിങ്ങളോ അനുഭവിച്ചിട്ടുണ്ടാവില്ല. കിഡ്നിയും പാൻക്രിയാസിസിന് കംപ്ലൈന്റ് ബാധിച്ചിട്ട് അതിന്റെ കഠിനമായ വേദനയില് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, വെള്ളം കുടിക്കാൻ കഴിയാതെ, ചുണ്ടൊക്കെ വരണ്ട് പൊട്ടുമ്പോ നനഞ്ഞ തുണി കൊണ്ട് ചുണ്ടൊപ്പിയെടുക്കുന്ന ആ ഒരവസ്ഥ നിങ്ങളോട് വിവരിച്ചില്ലേ അവര്? ഈ ഒരു അവസ്ഥയുടെ 1% പോലും ഞാനോ നിങ്ങളോ അനുഭവിച്ചിട്ടുണ്ടാവില്ല. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഈ പൊന്നു പെങ്ങളെ, ഈ സഹോദരിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, ഈ അമ്മയുടെ കണ്ണീര് കണ്ടിട്ട് ആ കുഞ്ഞിന്റെ മുഖം ഒന്ന് നോക്കിയിട്ട് ഈ സഹോദരിയെ സഹായിക്കാൻ നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വരണം. സാന്ദ്രയ്ക്ക് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയും ബന്ധപ്പെട്ട ആളുകളൊക്കെ നിങ്ങളോട് സംസാരിക്കും.